മുഹൈസിനിലെ ലുലു വില്ലേജ് ഇല്ലേ, അവിടുത്തെ ചായക്കടയിലെ ഇഫ്താർ പലഹാരങ്ങളാണ്. ഇവിടെ വൈകിട്ട് 3 മണി മുതൽ ഒരുപാട് പലഹാരങ്ങളാണ്. ഏതാണ്ട് 50-ലധികം വെറൈറ്റി സ്നാക്സ് ആണ് ഇഫ്താറിനോട് അനുബന്ധിച്ചിട്ട് വരുന്നത്. ഇവിടെ മാത്രമല്ല കേട്ടോ, അജ്മാനിൽ ഇവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്, അറിയാലോ, നമ്മുടെ ആ ലുലുവിൻ്റെ ഒക്കെ അടുത്ത്. അവിടെയും ഉണ്ട് ഇതേ ഐറ്റംസ്. ഓനെ ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? അത് പഴം നിറച്ചു വെച്ചത്, പഴം ഉലർത്ത്, ഉന്നക്കായി, ചട്ടിപ്പത്തൽ സ്വീറ്റ്, കൊഴക്കട്ട സ്വീറ്റ്, ഇലയുടെ സ്വീറ്റ്, സമൂസ വെജിറ്റബിൾ, ചിക്കൻ സമൂസ, ചട്ടിപ്പത്തൽ ചിക്കൻ, വെട്ടിപ്പത്തൽ ചിക്കൻ, എഗ് ബജി, അത് ആലു ബോണ്ട, ചിക്കൻ വട, മുളക് ബജി, ഇത് ബീഫ് വട, അത് മുട്ട ബജി, ചട്ടിപ്പത്തൽ ബീഫ്, ബൺ സാൻഡ്വിച്ച് ചിക്കൻ, ചിക്കൻ റോള്, എഗ് ബൻ, സമൂൺ റോൾ ചിക്കനില്, സമൂസ ബീഫില്, ചിക്കൻ ബോള്, തേങ്ങമുറി, എഗ് കട്ട്ലേറ്റ്, ബ്രെഡ് പോക്കറ്റ് ചിക്കൻ, ബ്രെഡ് പോക്കറ്റ് ബീഫ്, കട്ട്ലേറ്റ് ചിക്കൻ. ഇത് കൂടാതെ നമുക്ക് ഉള്ളിവടയുണ്ട്, പരിപ്പുവടയുണ്ട്, കൽമാസ്, കല്ലുമ്മക്കായി, കുഞ്ഞിപ്പത്തൽ ബീഫ് ഐറ്റംസ് എന്നും വരാനുണ്ട്. ചായക്കടയുടെ സ്പെഷ്യൽ റമദാൻ കിറ്റ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ചായക്കടയുടെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അച്ചാറ്, തരിക്കഞ്ഞി, വെള്ളം, നോമ്പ് തുറക്കാനുള്ള കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ഇഫ്താർ സ്നാക്സ്. ഇഫ്താറിന്റെ സ്നാക്സ് മാത്രമല്ല, നല്ല നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇഫ്താർ ബുഫേയും ഒരുക്കിയിട്ടുണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ഉണ്ട്, കാണിച്ചു തരാം. സ്പെഷ്യൽ ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇത് കണ്ടോ, ഇത് ഫിഷ് കുരുമുളക് കുറുമയാണ്. നമ്മൾ പല ടൈപ്പ് കുറുമ കണ്ടിട്ടുണ്ട്, വെജിറ്റബിൾസിലാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവരുടെ ഒരു ഡിഷാണ്. ഇത് മാത്രമല്ല, ഇനിയിപ്പം പല ദിവസങ്ങളിൽ പലതായിരിക്കും. ഇപ്പം ഇന്ന് ഫിഷ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ മട്ടൺ ആയിരിക്കും, പിന്നെ അടുത്ത ദിവസം ബീഫ് ആയിരിക്കും. അങ്ങനെ പല വെറൈറ്റി കുറുമകളാണ്. നൈസ് പത്തിരി, പൊറോട്ട, നെയ്പത്തല്, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നാടൻ ബീഫ് കറി. ചായക്കടയുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഏലപ്പാറ ചിക്കൻ കറി, കുട്ടനാടൻ ഫിഷ് കറി. ഇത് ചിക്കൻ 95. ചിക്കൻ മന്തിയാണിത്. ഇന്നിപ്പോൾ ബീഫ് ബിരിയാണിയാണ്, ചില ദിവസം അത് ചിക്കൻ ബിരിയാണി ആയിരിക്കും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഇട്ട സാലഡാണിത്. എല്ലാ ടേബിളുകളിലും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. അതിനകത്ത് തരിക്കഞ്ഞി, ജ്യൂസ്, വെള്ളം, കട്ട് ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അതിൻ്റെ കൂടെ സ്നാക്സ്, ഇതെല്ലാം ടേബിളിൽ അറേഞ്ച് ആയിരിക്കും നോമ്പ് തുറക്കാനായിട്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള നോമ്പ് തുറയൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവർ ഒരുക്കി തരും. അത് മാത്രമല്ല, ഔട്ട്സൈഡ് കേറ്ററിംഗും ഉണ്ട്. ഇപ്പോൾ എഴുതി കാണിക്കുന്ന നമ്പറല്ലേ, ഇതിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും.